ഗണേശായ നമഃ. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ആഗസ്റ്റ് 27, 2026 വ്യാഴാഴ്ച ശുക്ല ചതുർദശി തിഥി ആത്മീയ ഉണർവിനും ധ്യാനത്തിനും വളരെ ഉത്തമമാണെന്ന് ജ്യോതിശാസ്ത്രം പറയുന്നു. ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കാം. ഈ ചാനൽ കുടുംബത്തിന്റെ വളർച്ചയ്ക്കായി സ്ക്രീനിൽ കാണുന്ന QR കോഡ് വഴി നിങ്ങൾക്ക് ചെറിയൊരു സംഭാവന നൽകാവുന്നതാണ്. ഇത് നിർബന്ധമല്ല, എങ്കിലും നിങ്ങളുടെ ചെറിയൊരു സഹായം പോലും ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. നിങ്ങളുടെ സ്നേഹം മാത്രം മതി. പ്രിയമേടം രാശിക്കാരെ, ഇന്ന് 27-ാം തീയതി ഓഗസ്റ്റ് 2026. ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് അല്പം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത് ഭാവിയിലെ കാര്യങ്ങളെക്കുറിച്ച് അമിതമായി ആകുലപ്പെടുന്നത് ഒഴിവാക്കി വർത്തമാനകാലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ്. നിങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി കഠിനാധ്വാനം ചെയ്യുന്നവരാണ്. അതിനാൽ ഇപ്പോൾ അല്പം വിശ്രമം അത്യാവശ്യമാണ്. വൈകുന്നേരം 5 മുതൽ 6 മണി വരെയുള്ള സമയം അടുത്ത സുഹൃത്തുക്കളോടൊപ്പം ചെലവഴിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാൻ സഹായിക്കും. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ജോലി ചെയ്യുന്നവർ ഇന്ന് സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ്സുകാർ വലിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കുക. വീട്ടമ്മമാർ ഇന്ന് പ്രകൃതിയുമായി അല്പം സമയം ചെലവഴിക്കുന്നത് മനസ്സിന് ഉന്മേഷം നൽകും. ശനിയുടെ സ്വാധീനമുള്ളതിനാൽ മനസ്സിന്റെ സമാധാനത്തിനായി ഇന്ന് അർഹരായവർക്ക് സഹായം ചെയ്യുക. ഇന്ന് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്: നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം നൽകുന്ന കാര്യം എന്താണ്? കമന്റിൽ രേഖപ്പെടുത്തുക. ഈ മാർഗനിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. ഇടവം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 27-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 നിങ്ങൾക്ക് സ്വയം തിരിച്ചറിയാനുള്ള ഒരു ദിവസമാണ്. ചന്ദ്രൻ മകരരാശിയിൽ നിൽക്കുന്നതിനാൽ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് നിങ്ങൾക്കായി അല്പം സമയം മാറ്റിവെക്കുന്നത് വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഈ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയും. എന്നാൽ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. വീട്ടമ്മമാർക്ക് ഇന്ന് കുടുംബത്തോടൊപ്പം സന്തോഷകരമായ സമയം ചിലവഴിക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾക്ക് അനുകൂലമായ നിറം ചാരനിറമാണ്. ഉച്ചയ്ക്ക് 3 മണി മുതൽ 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ നല്ലതാണ്. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറാൻ ഇന്ന് അല്പനേരം ധ്യാനിക്കുന്നത് നന്നായിരിക്കും. ഇന്ന് നിങ്ങളോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? അത് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മിഥുനം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് ഓഗസ്റ്റ് 27, 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് ഒരു പ്രധാന ദിവസമാണ്. ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലും ശ്രവണ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആശയവിനിമയം നിങ്ങളുടെ കഴിവാണ്. എങ്കിലും വീട്ടിലുള്ളവരുടെ പിടിവാശി കാരണം നിങ്ങൾക്ക് അല്പം അസ്വസ്ഥത അനുഭവപ്പെടാം. ഇന്ന് ക്ഷമ പാലിക്കുന്നതും നിങ്ങളുടെ ആന്തരിക സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും വളരെ പ്രധാനമാണ്. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ഏകാഗ്രത വർദ്ധിപ്പിക്കാൻ ധ്യാനം വളരെ ഗുണം ചെയ്യും. ജോലി ചെയ്യുന്നവർ ഇന്ന് ഓഫീസിലെ തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയും സ്വന്തം ജോലിയിൽ ശ്രദ്ധിക്കുകയും ചെയ്യുക. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് സാധാരണ ദിവസമാണ്. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. വീട്ടമ്മമാർ ഇന്ന് വീട്ടുജോലികളിൽ തിരക്ക് കൂട്ടാതെ ശാന്തമായി തീരുമാനങ്ങൾ എടുക്കുക. ഇന്ന് നിങ്ങളുടെ ഭാഗ്യനിറം മഞ്ഞയാണ്. ഇത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും. രാവിലെ 10 മുതൽ 11 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ
നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഇന്ന് ഒരു ചെറിയ പരിഹാരമായി ധ്യാനം ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാനസിക വ്യക്തത നൽകും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ പ്രചോദനം നൽകുന്നത് എന്താണ്? അത് ഞങ്ങളോട് കമന്റിൽ പറയുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ മാർഗനിർദ്ദേശം ഇഷ്ടപ്പെട്ടുവെങ്കിൽ താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ സേവനം തുടരാൻ കഴിയുന്നത്. കർക്കിടകം രാശിയിൽ ജനിച്ചവരെ ഇന്ന് 27-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 നിങ്ങളുടെ ജീവിതത്തിൽ ക്ഷമയും ധൈര്യവും വളരെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്ന ഈ സമയത്ത് നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ അമിതമായി ഇടപെടുന്നത് ഒഴിവാക്കുക. അനാവശ്യമായ കാര്യങ്ങളിൽ വ്യക്തിപരമായി ഇടപെടുന്നത് പ്രശ്നങ്ങൾ വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ. വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നല്ല ദിവസമാണ്. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കി ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ജോലി ചെയ്യുന്നവർ ഓഫീസിലെ അനാവശ്യ തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. നിങ്ങളുടെ കഠിനാധ്വാനം തന്നെയായിരിക്കും നിങ്ങളുടെ വിജയം. ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നല്ല സമയമാണ്. എന്നാൽ എടുത്തുചാടി ഒന്നും ചെയ്യരുത്. പ്രണയബന്ധങ്ങളിൽ ഇന്ന് നല്ല മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു സാമൂഹിക ചടങ്ങിലോ സുഹൃത്തുക്കൾ വഴിയോ നിങ്ങൾക്ക് അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താൻ സാധിക്കും. വീട്ടിലെ മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റ് ആണ്. രാവിലെ 10 മുതൽ 11 വരെ സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് പൂർത്തിയാക്കുക. പഴയ സുഹൃത്തുക്കളെ കാണുന്നതും അവരുമായി സംസാരിക്കുന്നതും നിങ്ങളുടെ മനസ്സിന് വലിയ ആശ്വാസം നൽകും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകും. അതിനാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നൽകിയിരിക്കുന്ന UPI QR കോഡ് വഴി ചാനലിനെ സഹായിക്കുക. ഇത് കൂടുതൽ മികച്ച ജ്യോതിഷ വിവരങ്ങൾ നൽകാൻ ഞങ്ങളെ സഹായിക്കും. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഒരു പ്രത്യേക നിറം നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റുമെന്ന്? കമന്റിൽ ഞങ്ങളെ അറിയിക്കുക. പ്രിയ ചിങ്ങം രാശിയിൽ ജനിച്ചവരെ ഇന്ന് 27-ാം തീയതി ഓഗസ്റ്റ് മാസം 2026 വ്യാഴാഴ്ച ചന്ദ്രൻ മകരരാശിയിലൂടെ സഞ്ചരിക്കുന്ന ഈ ദിവസം നിങ്ങൾക്ക് അല്പം മാനസിക സംഘർഷങ്ങൾ അനുഭവപ്പെടാം. വ്യക്തിപരമായ ചില കാര്യങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. അതിനാൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ധൃതി കാണിക്കാതെ സാവധാനം ചിന്തിക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ ചാനൽ നിർദ്ദേശിക്കുന്നത് പ്രകാരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന ഒരു സുഹൃത്തിനോടോ കുടുംബാംഗത്തോടോ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് നിങ്ങൾക്ക് ആശ്വാസം നൽകും. ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ നിറം വെള്ളയാണ്. വൈകുന്നേരം 5 മുതൽ 6 വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമാണ്. രാഹുവിന്റെ സ്വാധീനമുള്ളതിനാൽ സംരക്ഷണത്തിനായി ഒരു ചെറിയ കവചമോ രത്നമോ കൂടെ കരുതുന്നത് നല്ലതാണ്. ഇന്ന് ഒരു പുസ്തകം വായിക്കുന്നത് മനസ്സിന് ശാന്തി നൽകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർ മേലുദ്യോഗസ്ഥരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക. ബിസിനസ് ചെയ്യുന്നവർ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കുക. വീട്ടമ്മമാർ കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ക്ഷമയോടെ കാത്തിരിക്കുകയാണോ അതോ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുകയാണോ നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കമന്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ സേവനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കന്നിരാശിയിൽ ജനിച്ചവരെ ഇന്ന് 27-ാം തീയതി ഓഗസ്റ്റ് 2026 നിങ്ങൾക്ക് വളരെ അനുകൂലമായ ഒരു ദിവസമാണ്. നിങ്ങൾ മുൻപ് ചെയ്ത നല്ല കാര്യങ്ങളുടെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലം ഇന്ന് നിങ്ങൾക്ക് ലഭിക്കും. മകരരാശിയിലെ ചന്ദ്രൻ്റെ സഞ്ചാരം നിങ്ങൾക്ക് പുതിയ അവസരങ്ങൾ നൽകുന്നു. അതിനാൽ അവ പരമാവധി പ്രയോജനപ്പെടുത്തുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. ജോലി ചെയ്യുന്നവർക്ക് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കാം.
ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ലാഭകരമായ കരാറുകളിൽ ഏർപ്പെടാൻ ഇത് നല്ല സമയമാണ്. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിൽക്കും. ഇന്ന് വെള്ള നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് ഊർജം നൽകും. വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെയുള്ള സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം ചെയ്യും. ശനിയുടെ സ്വാധീനം കുറയ്ക്കാൻ പുതിയൊരു ഹോബി അല്ലെങ്കിൽ താൽപ്പര്യം വളർത്തുക. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഞങ്ങളുടെ UPI QR കോഡ് വഴി ചാനലിനെ സഹായിക്കുക. അത് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പ്രചോദനമാകും. തുലാം രാശിയിൽ ജനിച്ചവർക്ക് ഇന്ന് ഓഗസ്റ്റ് 27, 2026 ചന്ദ്രൻ മകരരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ അനാവശ്യമായ ഉത്കണ്ഠകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ സ്വഭാവത്തിലെ അമിതമായ ചിന്തകൾ ഇന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങളെ ലളിതമായി കാണാൻ ശ്രമിക്കുക, കാരണം ഈ അസ്വസ്ഥതകൾ താൽക്കാലികം മാത്രമാണ്. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ജോലിസ്ഥലത്ത് സഹപ്രവർത്തകരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതെ ശാന്തത പാലിക്കുക. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് പകരം നിലവിലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിൽ ശ്രദ്ധിക്കുക. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നിങ്ങൾക്ക് വലിയ ആശ്വാസം നൽകും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം നീലയാണ്. വൈകുന്നേരം 5 മണി മുതൽ 6 മണി 45 മിനിറ്റ് വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമയത്ത് ചെയ്യുക. ശനിദേവന്റെ അനുഗ്രഹം ലഭിക്കാൻ ഇന്ന് പാവപ്പെട്ടവർക്ക് സഹായം നൽകുക. ഇന്നത്തെ നിങ്ങളുടെ ചോദ്യം: ജീവിതത്തിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്ന് നിങ്ങൾ കരുതുന്നു? പണമോ അതോ നല്ല ബന്ധങ്ങളോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന UPI QR കോഡ് വഴി ചാനലിനെ സഹായിക്കുക. ഇത് കൂടുതൽ മികച്ച വീഡിയോകൾ നിർമ്മിക്കാൻ ഞങ്ങളെ സഹായിക്കും. പ്രിയ വൃശ്ചിക രാശി ജാതകരെ, ഇന്ന് 27 ഓഗസ്റ്റ് 2026 നിങ്ങൾക്ക് പുതിയ സൗഹൃദങ്ങൾക്കും സാമൂഹിക ബന്ധങ്ങൾക്കും വളരെ അനുകൂലമായ ദിവസമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരം ഇന്ന് ചന്ദ്രൻ മകരം രാശിയിലും ശ്രവണ നക്ഷത്രത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ഇത് നിങ്ങളിൽ കൂടുതൽ പക്വതയും സാമൂഹികമായ ഉണർവും നൽകുന്നു. പുതിയ ആളുകളെ പരിചയപ്പെടാനും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും ഇന്നത്തെ ദിവസം വളരെ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ പഠന ഗ്രൂപ്പുകളിൽ ചേരാനോ അധ്യാപകരുമായി ആശയവിനിമയം നടത്താനോ ഉള്ള അവസരങ്ങൾ ലഭിക്കും. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് നിങ്ങളുടെ ആശയങ്ങൾ വ്യക്തമായി അവതരിപ്പിക്കുന്നത് കരിയറിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ പങ്കാളികളെ ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഏതെങ്കിലും നിയമപരമായ കരാറുകളിൽ ഒപ്പിടുന്നതിന് മുൻപ് രേഖകൾ കൃത്യമായി പരിശോധിക്കുക. വീട്ടമ്മമാർക്ക് കുടുംബാംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കാനും വീട്ടിലെ അന്തരീക്ഷം സന്തോഷകരമാക്കാനും സാധിക്കും. പ്രണയബന്ധത്തിൽ ഉള്ളവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ ഇന്നത്തെ ദിവസം സഹായിക്കും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുകയും മനഃശാന്തമാക്കാൻ സംഗീതം കേൾക്കുകയും ചെയ്യുക. ഇന്നത്തെ പ്രത്യേക പരിഹാരം: മനസ്സിന്റെ അസ്വസ്ഥതകൾ അകറ്റാനും വൈകാരികമായ സ്ഥിരത കൈവരിക്കാനും ഇന്ന് ശാന്തമായ സംഗീതം കേൾക്കുക എന്നതാണ്. ഇന്നത്തെ ദിവസം പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ അവരിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഗുണം ഏതാണ്? സത്യസന്ധതയോ അതോ ബുദ്ധിയോ? കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന UPI QR കോഡ് വഴി ചാനലിനെ സാമ്പത്തികമായി സഹായിക്കുക. അതുവഴി ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും നന്മകൾ നേരുന്നു. പ്രിയ ധനുരാശിയിൽ ജനിച്ചവരെ, ഇന്ന് 27 ഓഗസ്റ്റ് 2026 ചന്ദ്രൻ മകരരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങൾക്ക് ഇന്ന് അല്പം ശ്രദ്ധ ആവശ്യമുള്ള ദിവസമാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് വളരെ ജാഗ്രത പാലിക്കുക. പെട്ടെന്ന് പണമുണ്ടാക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന തട്ടിപ്പ് പദ്ധതികൾ നിങ്ങളെ പ്രലോഭിപ്പിച്ചേക്കാം. എന്നാൽ അത്തരം കെണികളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം
അത് വലിയ സാമ്പത്തിക നഷ്ടത്തിന് കാരണമായേക്കാം. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലി ചെയ്യുന്നവർ ഓഫീസിൽ തർക്കങ്ങൾ ഒഴിവാക്കി ശാന്തത പാലിക്കാൻ ശ്രമിക്കുക. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് വലിയ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉചിതം. കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുന്നത് മനസ്സിന് സന്തോഷം നൽകും. ഉച്ചയ്ക്ക് 3:30 മുതൽ 5 മണി വരെയുള്ള സമയം നിങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വളരെ നല്ലതാണ്. ഇന്ന് നിങ്ങൾക്ക് ഇളം നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഭാഗ്യം നൽകും. നന്ദിയുള്ളവരായിരിക്കുക, അത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ നന്ദിയുള്ള ഒരു കാര്യം ഏതാണ്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ മകരം രാശിക്കാരെ, ഇന്ന് 27 ഓഗസ്റ്റ് 2, 2026 വ്യാഴാഴ്ച. ഗ്രഹനില അനുസരിച്ച് നിങ്ങളുടെ ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് നോക്കാം. ചന്ദ്രൻ ഇപ്പോൾ നിങ്ങളുടെ രാശിയിൽ തന്നെ സഞ്ചരിക്കുന്നതിനാൽ മനസ്സ് അല്പം അസ്വസ്ഥമാകാൻ സാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരുമായുള്ള ബന്ധത്തിൽ ചെറിയ രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. കാര്യങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മറ്റേ വ്യക്തിക്ക് അല്പം സമയം നൽകുന്നതാണ് നല്ലത്. ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുക. ഇന്ന് മഞ്ഞ നിറം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി നൽകും. വൈകുന്നേരം 7 മുതൽ 9 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്, രാഹുവിന്റെ സ്വാധീനം ശക്തമായതിനാൽ. മാനസികമായ വ്യക്തതയ്ക്കായി ശാന്തത പാലിക്കുക. വിദ്യാർത്ഥികൾ ഇന്ന് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ജോലി ചെയ്യുന്നവർ ഇന്ന് സഹപ്രവർത്തകരുമായോ മേലുദ്യോഗസ്ഥരുമായോ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബിസിനസ് ചെയ്യുന്നവർ ഇന്ന് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാതിരിക്കുന്നതാണ് ഉചിതം. വീട്ടമ്മമാർ ഇന്ന് വീടിനുള്ളിലെ സമാധാനം നിലനിർത്താൻ ശ്രമിക്കുക. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് സമ്മർദ്ദമുണ്ടാക്കുന്ന സംഭാഷണങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രതിവിധി. ഇന്നത്തെ ചോദ്യം: ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ എങ്ങനെയാണ് മനസ്സിനെ ശാന്തമായി വെക്കുന്നത്? ധ്യാനത്തിലൂടെയോ അതോ പ്രാർത്ഥനയിലൂടെയോ കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ കരുത്ത്. പ്രിയ കുംഭം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 27 ഓഗസ്റ്റ് 2026 വ്യാഴാഴ്ച നിങ്ങൾക്ക് വളരെ മികച്ച ഒരു ദിവസമാണ്. ചന്ദ്രൻ മകരം രാശിയിൽ സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് മാനസികമായ ഉന്മേഷവും പുതിയ പ്രതീക്ഷകളും നൽകുന്നു. ഇന്ന് നിങ്ങളുടെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ്. ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് പുതിയ അവസരങ്ങൾ ലഭിക്കാം. മേലധികാരികളിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും. കുടുംബാംഗങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുന്നത് നല്ലതാണ്. ഇന്ന് മെറൂൺ നിറം ധരിക്കുന്നത് നിങ്ങൾക്ക് ഭാഗ്യം നൽകും. വൈകുന്നേരം 5 മണി മുതൽ 6:30 മണി വരെയുള്ള സമയം പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വളരെ ശുഭകരമാണ്. ശനിദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങും. ഇന്ന് ഒരു ചെറിയ കാര്യം ചെയ്യുക. അർഹരായവർക്ക് സഹായം നൽകുകയോ പക്ഷികൾക്ക് വെള്ളം വയ്ക്കുകയോ ചെയ്യുക. ഇത് നിങ്ങൾക്ക് മാനസിക സമാധാനം നൽകും. ഇന്നത്തെ ചോദ്യം: നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠം ഏത് അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ലഭിച്ചത്? കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ സംരംഭത്തെ പിന്തുണയ്ക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പ്രിയ മീനം രാശിയിൽ ജനിച്ചവരെ, ഇന്ന് 27 ഓഗസ്റ്റ് 2026 ചന്ദ്രൻ മകരം രാശിയിലും ശ്രവണ നക്ഷത്രത്തിലും സഞ്ചരിക്കുന്ന ഈ ദിവസം നിങ്ങൾക്ക് വളരെ ശാന്തവും സന്തോഷകരവുമായ അനുഭവങ്ങൾ നൽകുന്നു. നിങ്ങളുടെ ശാന്തവും സൗമ്യവുമായ പെരുമാറ്റം മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കും. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും സഹപ്രവർത്തകർ നിങ്ങളുടെ കഴിവുകളെ അഭിനന്ദിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റിയ ദിവസമാണിത്. അതിനാൽ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ മടിക്കരുത്. ജോലി ചെയ്യുന്നവർക്ക് സ്ഥാനക്കയറ്റത്തിനോ പുതിയ ഉത്തരവാദിത്തങ്ങൾക്കോ സാധ്യതയുണ്ട്.
ബിസിനസ് ചെയ്യുന്നവർ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് നന്നായി ആലോചിക്കുക. വീട്ടമ്മമാർക്ക് കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ സാധിക്കും. ഇത് മനസ്സിന് വലിയ ആശ്വാസം നൽകും. മുതിർന്നവർ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കുകയും ലഘുവായ ഭക്ഷണം കഴിക്കുകയും ചെയ്യുക. ഇന്ന് നിങ്ങൾക്ക് ഭാഗ്യം നൽകുന്ന നിറം വയലറ്റ് ആണ്. വൈകുന്നേരം 4:30 മുതൽ 6 മണിവരെയുള്ള സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമാണ്. ഈ സമയത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ഇന്ന് ഒരു നല്ല കാര്യം ചെയ്യാനായി സ്വന്തം കൈകൊണ്ട് ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണം പാകം ചെയ്ത് കുടുംബത്തോടൊപ്പം പങ്കുവയ്ക്കുക. ഇത് വീട്ടിലെ നെഗറ്റീവ് ഊർജം അകറ്റാൻ സഹായിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വിജയം നിങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ്. ഇന്നത്തെ ഞങ്ങളുടെ ചോദ്യം ഇതാണ്: നിങ്ങളുടെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ വിജയിക്കാൻ കഠിനാധ്വാനമാണോ അതോ ക്ഷമ ആണോ കൂടുതൽ പ്രധാനം? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ഈ മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ നിർമ്മിക്കാൻ പ്രചോദനം.